ഹായ്, മിക്യാബ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മറൺ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യുന്തോറും പുതിയ പുതിയ ന്യൂസുകൾ ആണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് തള്ളണം ഏത് കൊള്ളണം എന്ന് നമുക്ക് തന്നെ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഓരോ നിമിഷവും അൺസർട്ടനിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ കൂടെ ട്രംപ് ഞാനിപ്പം നിർത്തും എന്ന് പറയുന്നു, മറ്റൊരു സൈഡിൽ കൂടെ അവർ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെയും പത്രക്കാർ ഇത് പിന്നെയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓരോ പ്രാവശ്യവും വാർത്തകൾ കേൾക്കുന്ന നമ്മൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ന്യൂസുകളാണ് മാർക്കറ്റിനെ നയിക്കുന്നത്. അപ്പോൾ ന്യൂസുകൾ മാർക്കറ്റിനെ നയിക്കുമ്പോൾ തന്നെ അതിന് എതിരെ പോയൊരു മാർക്കറ്റാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ കണ്ടത്. കാരണം മാർക്കറ്റ് ഇവിടുന്ന് ഞാൻ മാത്രമല്ല, നമ്മളിൽ പലരും, അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇത് എന്തുകൊണ്ടിങ്ങനെ മുകളിലോട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഓപ്പറേറ്റർ പ്ലേ. അതായത് ഇതിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ എന്ത് ചിന്തിക്കുമെന്ന് വൃത്തിയായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ആര്? ഈ വലിയ ടീംസുകളെല്ലാം, അല്ലേ? നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് തന്നെ ആയിരിക്കും അവരും ചിന്തിക്കുന്നത്, അല്ലേ? നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അപ്പോൾ അവരങ്ങനെ നമ്മളിങ്ങനെ ചിന്തിക്കും എന്ന് കണ്ട് അതിനൊരു ഓപ്പോസിറ്റ് ഒരു മറിമായം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതിനെ മുകളിലോട്ട് കയറിപ്പോകാൻ വേറെ യാതൊരു ഒരു മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ന്യൂസും ഇല്ല. അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനത്തെ പുഷ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രത്യേക കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സോ ഒന്നുമില്ല. പക്ഷേങ്കിൽ എന്നിട്ടും മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോയി. ഇവിടെ എനിക്ക് വലിയ പാളിച്ച പറ്റി, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെല്ലാം മനസ്സിലാക്കാൻ ദൈവമൊന്നും അല്ലല്ലോ. എൻ്റെ വ്യൂകൾ കംപ്ലീറ്റ് തെറ്റിപ്പോയിച്ചാൽ വെരി എന്താ പറയുന്നത്, നല്ല രീതിയിൽ പാളിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ രീതിയിലൊരു പാളിച്ച പറ്റുന്നത്. ആദ്യമായിട്ടാണ് അത്. നമ്മൾ കൃത്യമായി ന്യൂസിനെ മാത്രം ആശ്രയിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാതെ പോയി എന്നുള്ളതാണ്. പക്ഷേ അതിനകത്തിൽ നമുക്ക് റിഗ്രറ്റൊന്നുമില്ല. കാരണം എന്താണ്, ഈ വീഴ്ചയും ഒരു പാഠം, അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ട് ഇനിയും വരുന്ന സമയങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ കോഷ്യസ് ആവും, ഇല്ലേ? അത്ര മാത്രമേ ഉള്ളൂ. അന്ധമായിട്ട് നമ്മൾ ന്യൂസിനെ തന്നെ ആശ്രയിക്കാതെ ബാക്കി സൈഡും കൂടെ ചിന്തിച്ച് ട്രേഡുകൾ പ്ലാൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന് എതിരെ ഹെഡ്ജ് ചെയ്ത് എന്തെങ്കിലും പുതിയ സംഭവങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ വീഴ്ചകളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. എന്നും നമ്മൾ വീഴുമല്ലല്ലോ, വല്ലപ്പോഴും ഇങ്ങനെ ഒരു വീഴ്ചയല്ലേ പറ്റുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടാണ്. ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വലിയൊരു പാളിച്ച പറ്റുന്നത്. ആദ്യമായിട്ടാണ്. അതിനകത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റി. അപ്പോൾ അവസാന നിമിഷം മാർക്കറ്റ് ഇവിടുന്ന് ഏകദേശം എത്രയാണ്, ഒരു 300-350 400 പോയിൻറ്റോളം മാർക്കറ്റ് ഈ 2360 നിന്ന് ഏകദേശം 450-460 വരെ പോയി, ഇല്ല? ഏകദേശം 400 പോയിൻറ്റിൻ്റെ ഒരു റാലിയാണ് ഇവിടുന്ന് മാർക്കറ്റ് നടന്ന് കയറിയത്. ആ കയറിയതിന് ശേഷം അവിടുന്ന് ഏകദേശം 450 ഏകദേശം ഒരു 200 പോയിൻറ്റിനടുത്ത് ഇത് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 306-ലാണ്. അപ്പം ഏകദേശം ഒരു 150-200 പോയിൻറ്റിന് ഫോൾ അവസാന നിമിഷം നമുക്ക് കിട്ടി. അത് മാത്രമായിരുന്നു ഒരു ആശ്വാസമുള്ളത്. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ സിനാരിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും മാർക്കറ്റിൽ മൊത്തത്തിലൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 150 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗണിലാണ്. അതായത് മാർക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഏകദേശം 306-ലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റി ഓടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം 124, ഏകദേശം 150 പോയിൻറ്റിന് മുകളിൽ 175 പോയിൻറ്റിനടുത്ത് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 150-200 ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഇപ്പം നിലവിൽ നമുക്ക് കണക്ക് കൂട്ടാം. നാളെ രാവിലെ ഇന്ന് രാത്രി വരുമ്പോൾ ഞാനിപ്പോഴും എൻ്റെ ഗ്രൂപ്പിൽ പറയാറുണ്ട്, കോഴി കൂവാൻ ഇനിയും നേരം ബാക്കിയുണ്ട്. അപ്പോൾ അതിനിടയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പം ആ സമയത്ത് രാവിലെ നമുക്ക് മാത്രമേ ഒരു കറക്റ്റ് പിക്ചർ കണ്ടതുള്ളൂ. ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് നമുക്കൊരു 150-200 പോയിൻറ്റിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഡൗൺ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം US മാർക്കറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ US ഫ്യൂച്ചറൊക്കെ നല്ല രീതിയിൽ പൊട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം US ഫ്യൂച്ചർ 350 പോയിൻറ്റിനടുത്ത് ഇപ്പം നിലവിൽ നെഗറ്റീവിലാണ്.
ഓടിക്കൊണ്ടിരിക്കുന്നത്. നാസ്ഡാക്ക് ആണെങ്കിൽ 250 പോയിൻറ്റ് നെഗറ്റീവിലാണ്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും ഒരു പെർഫോമൻസ് ഇപ്പം നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി കാണിക്കുന്നില്ല. ഇനി രാത്രികളത്തേക്ക് വെച്ചേക്കുമായിരിക്കും ബാക്കി. ഗോൾഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡൊക്കെ നല്ല രീതിയിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ പതുക്കെ മുകളിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു വല്ലാത്ത രീതിയിലാണ് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ന്യൂസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഇവിടെ ഭയങ്കര സൈറനായിരുന്നു. ധാരാളം ഡ്രോണുകൾ ഇവിടെ ഞാൻ നിൽക്കുന്നിടത്തും വന്നു. അതുപോലെ അബുദാബിയിലും നല്ല രീതിയിൽ ആക്രമണങ്ങൾ നടന്നു. 2 പേര് മരിച്ചു, ധാരാളം പേർക്ക് പരിക്കേറ്റു. അങ്ങനെ GCC രാജ്യങ്ങളിൽ മുഴുവൻ ആക്രമണം ഇന്ന് വെളുപ്പിനെ നല്ല രീതിയിൽ അഴിച്ചുവിട്ടു. അപ്പോൾ ഇന്ന് വന്നൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട ഒരു ന്യൂസ് നമ്മൾ വായിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇറാൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ IRGCയുടെ ഒരു ചീഫ് പറഞ്ഞേക്കുന്നത്, GCC രാജ്യത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, GCC രാജ്യങ്ങളിൽ ഒരു രാജ്യത്തിൽ നിന്നും ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിയുണ്ട്. അങ്ങനെ ഒരു പദ്ധതി നടത്തുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ മുച്ചോടെ മുടിക്കും എന്നാണ് IRGCയുടെ കമാൻഡർ ഒരു TV-ക്ക് കൊടുത്ത അഭിമുഖത്തിനകത്തിൽ പറഞ്ഞേക്കുന്നത്. ഞാൻ അതിൻ്റെ ക്ലിപ്പിംഗ് ഞാനിവിടെ വെച്ചേക്കാം. അതുപോലെ തന്നെ പിന്നെ ട്രംപിൻ്റെ ഭാഗത്ത് പറഞ്ഞാൽ, ട്രംപ് ശനിയാഴ്ചക്കകം ഞങ്ങൾ സമാധാന കരാർ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ നാഴിക്ക് 40 തൊട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രംപിനെ ഓർത്ത് നമുക്ക് സഹതാപമുണ്ട് സത്യം നമ്മൾ കേൾക്കുമ്പോൾ. കാരണം ഇത്രയ്ക്ക് മെച്യൂരിറ്റി ഇല്ലാത്ത ഒരാളാണോ പലപ്പോഴും ഈ അമേരിക്കൻ പ്രസിഡൻ്റ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്ക് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നത്. നമ്മൾ പുള്ളി വിമർശിക്കാനൊന്നും നമ്മളാളല്ല, എങ്കിൽ തന്നെയും കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും വരുന്ന കമൻറ്റുകളൊക്കെ നമ്മൾ വായിക്കുമ്പം ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പുള്ളിയുടെ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഈ 5 ദിവസത്തെ ഒരു ഒരു വെടിനിർത്തൽ സംഭവം പുള്ളി പ്രഖ്യാപിച്ചതിൻ്റെ പിന്നിൽ നല്ല രീതിയിലൊരു ആയുധ സംഭരണവും നല്ല രീതിയിലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഇറാനെ നല്ല രീതിയിൽ ആക്രമിക്കാനുള്ളതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഖാർഗ് ഐലൻഡ് എന്ന് പറയുന്നത് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ്. വെറും 8000 ആൾക്കാർ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. ഇറാൻ്റെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വീഡിയോയിൽ, ഇറാൻ്റെ 90% അവിടെ ഉണ്ടാക്കുന്ന ഓയിലിൻ്റെ 90% ഈ ഖാർഗ് ഐലൻഡ് വഴിയാണ് ഷിപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഖാർഗ് ഐലൻഡിനോട് ചേർന്നാണ് ഷിപ്പുകൾ വന്ന് പിന്നെ ഡോക്ക് ചെയ്യുന്നതും സാധനങ്ങൾ അതുവഴിയാണ് പമ്പ് ചെയ്ത് വെസലിനകത്തിലാക്കി അവർ കയറ്റി അയക്കുന്നത്. അപ്പോൾ ആ ഖാർഗ് ഐലൻഡ് പിടിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഇറാൻ്റെ അന്നം മുട്ടും എന്നൊരവസ്ഥയാണ്. അപ്പം അന്നം മുട്ടിയാൽ എന്താ സംഭവിക്കുന്നത്? അള മുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറഞ്ഞ പോലെ അന്നം മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെന്താ ചെയ്യുന്നത് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന് വേറെ ഒന്നും ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ അതിൻ്റെ തിക്തഫലം അനുഭവിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്ന GCC രാജ്യങ്ങളാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നി തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസ്ഥകളൊക്കെ പോകുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നി തുടങ്ങി. കാരണം ഇപ്പോൾ 1 മാസത്തോളമായി ഫ്ലൈറ്റ് എല്ലാ സർവീസുകളും നിർത്തിവെച്ചിട്ട് ഇവിടെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുവൈറ്റിൽ നിന്ന് നാട്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം 18 മണിക്കൂറത്തെ ട്രാവൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് നാട്ടിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നുമില്ല. ഇവിടുന്ന് ബസ് മാർഗം സൗദി അറേബ്യ പോകണം. അവിടെ ഇത് ബോർഡറിനടുത്ത് തന്നെ ഒരു എയർപോർട്ടുണ്ട്, ഖൈസൂമ എയർപോർട്ട് എന്ന് പറഞ്ഞൊരു എയർപോർട്ടുണ്ട്. ആ എയർപോർട്ടിൽ ഇവിടുന്ന് പോയി അതിനുശേഷം അവിടുന്ന് കൊളംബോയിൽ നിന്ന് പിന്നെ ഏതെങ്കിലും ഇന്ത്യയിലെ ഒരു രാജ്യത്തോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഉടനെ കൊച്ചിയിലോട്ടൊക്കെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ആരംഭിക്കുന്നുവെന്ന് സൗദിയിൽ നിന്ന് ആരംഭിക്കുന്നതൊക്കെ പറയുന്നത് കേട്ടു. അപ്പം വളരെയധികം പ്രവാസികൾ സത്യം പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഏകദേശം ഒരു തലയ്ക്ക് ഏകദേശം 450 മുതൽ 475 KD വരെയാണ് ഇപ്പം നിലവിൽ ചാർജ് ചെയ്യുന്നത്. അതായത് ഏകദേശം നാട്ടിലെ 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഒരു ടിക്കറ്റിന് ഇപ്പം നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ധാരാളം പ്രവാസികൾക്ക് നാട്ടിൽ പോകേണ്ട, എമർജൻസിക്കൊക്കെ പോകേണ്ട, അല്ലെങ്കിൽ വിസിറ്റിങ്ങിന് വന്നിട്ട് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ട, അല്ലെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ധാരാളം ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ തിരിച്ച് കോളേജ് ജോയിൻ ചെയ്യേണ്ട സമയമൊക്കെയാണ്. ആ അവസരങ്ങളൊക്കെ ശരിക്കും പ്രവാസികൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ മോള് തന്നെ ഇവിടുന്ന് പോയത് സത്യം പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ ചെന്നത്. ഇവിടുന്ന് ഇറങ്ങി 2 ദിവസം കഴിഞ്ഞിട്ടാണ് നാട്ടിലെത്തിയത്. കാരണം ഇവിടുന്ന് സൗദിയിൽ നിന്ന് കൊളംബോയിൽ പോയി, കൊളംബോയിൽ നിന്ന് ബാംഗ്ലൂരിൽ പോയി, ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിനാണ് പിന്നെ അവർ
അവിടെ ചെന്നത്. മനസ്സിലായില്ലേ? അപ്പം അത്രയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ട്. നമ്മൾ നാട്ടിലുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ന്യൂസ് കാണുന്നെങ്കിലും GCC കൺട്രിയിലുള്ളവർ ധാരാളം ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ പേരിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ട് കുറച്ചുകൂടെ സിവിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയണം. ഇനി അനന്തര സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. എന്നും എന്താ പറയുന്നത്, ഒരു ഡെമോക്രസിൻ്റെ വാൾ പോലെ ഈ സംഭവം ഇങ്ങനെ യുദ്ധം ഇങ്ങനെ ഞങ്ങളുടെയൊക്കെ മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഓക്കെ, ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് നമുക്കൊന്നും തൽക്കാലം ഇപ്പം പറയാനില്ല. അപ്പം ഈ നാളെ നമുക്ക് ഇനി എന്താ നോക്കുന്നത് വെച്ചാൽ, ഇപ്പം നിലവിലുള്ള ന്യൂസുകളെല്ലാം വെരി നെഗറ്റീവ് ന്യൂസുകളാണ്. ഇറാൻ ഒരു കാരണവശാലും ഈ ഒരു സമാധാന കരാറിനോടോ ഈ പറയുന്ന സജഷനോടോ ഒന്നും അവർ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. അവരിങ്ങോട്ട് ഒരു 5 സംഭവങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാനതിവിടെ പിന്നെ ക്ലിപ്പായിട്ട് ഞാൻ വിട്ടേക്കാം. അവരിങ്ങോട്ട് 5 കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്രമണങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തുക, പിന്നെ യുദ്ധം മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് പരിഹാരം കൊടുക്കണം, പിന്നെ ഹോർമോസ് കടലെടുക്കിൻ്റെ പൂർണ്ണ അധികാരം അവർക്ക് തന്നെ കൊടുക്കണം, പിന്നെ ഇറാൻ്റെ യാതൊരു കാര്യത്തിലും ഇടപെടരുത്, അന്താരാഷ്ട്ര തലത്തിൽ അവർക്ക് ഗ്യാരണ്ടി കൊടുക്കണം. ഇങ്ങനെ കുറേ ഐറ്റങ്ങളാണ്. ഈ യുദ്ധം മൂലമുള്ള നാശനഷ്ടങ്ങൾക്ക് പരിഹാരം കൊടുക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ മതി എന്തുമാത്രം പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് ഇറാൻ ഇങ്ങോട്ട് പറയുന്നത്. ഇവരങ്ങോട്ട് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പം ഇത് അവസാനം ഇതിൻ്റെ പരിണിത ഫലം അവസാനം എന്താകും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഭയം കൂടെ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അവസാനം എന്തായി തീരും എന്നുള്ളത് ഒരു ഭയം ഇപ്പം GCC കൺട്രികളിൽ മൊത്തത്തിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പം മാർക്കറ്റ് ഇനി എങ്ങനെ ഇതിനെ ബിഹേവ് ചെയ്യുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഡേ ക്യാൻഡിലോട്ടൊന്ന് പോകാം. ഡേ ക്യാൻഡിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ 1-2 ഡെവലപ്മെൻറ്റ്സ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡേ ക്യാൻഡിൽ. ഈ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചാർട്ടുകൾക്കൊക്കെ പ്രാധാന്യം വളരെ കുറവാണ്. എങ്കിൽ തന്നെയും നമുക്ക് നോക്കാം എന്താണ് ചാർട്ടിനകത്ത് കാണുന്നത്. ഒരു ജസ്റ്റ് ഒരു വ്യൂവിന് വേണ്ടി മാത്രം ഇത് മുഴുവൻ കളഞ്ഞേക്കാമേ. ഈ വ്യൂ മുഴുവൻ കളയുകയാണ്. ഇത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 45 മിനിറ്റ്സിലോട്ടൊന്ന് മാറ്റി നോക്കാം. 45 മിനിറ്റ്സിലോട്ട് നമ്മൾ ജസ്റ്റ് ഈ ഡേ ചാർട്ട് 45 മിനിറ്റ്സിലോട്ട് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കഴിഞ്ഞ ഒരു ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണ്, അല്ലേ? ഒരു ഡൗൺ ട്രെൻഡിലാണ്. അതായത് ലോവർ ഹൈ ഫോർമേഷനിലാണ് മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ജസ്റ്റ് നമുക്കൊന്ന് ചുമ്മാ ഒന്ന് വരച്ച് നോക്കാം. ഒരു മിനിറ്റ്. നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോവർ ഹൈ ഫോർമേഷനിലാണ് മാർക്കറ്റ് ഇങ്ങനെ ആടിക്കളിച്ച് ഓരോ പ്രാവശ്യം എഴുന്നേക്കുന്നു വീഴുന്നു. ആ ഒരു മോഡലിലാണ് മാർക്കറ്റ് ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ചാർട്ട്, ഈ ഒരു പാറ്റേൺ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്യണം? ഈ ഏരിയയിലോട്ട് തിരിച്ച് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. ഈ പാറ്റേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ ഡൗൺ ട്രെൻഡാണ്, അല്ലേ? ഇപ്പോൾ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് നിലവിൽ മാർക്കറ്റിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം? ഈ ഒരു ലെവലിലോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് 23,000, 22,750 റേഞ്ചിലോട്ടൊക്കെ ഒരു പക്ഷേ ഈ ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നാൽ ഓക്കെ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? ഇല്ലെങ്കിൽ ഇതിന് മുകളിൽ ഈ പറയുന്ന ഇന്നലത്തെ ഹൈയുടെ മുകളിൽ മാർക്കറ്റ് പോകണം. മാർക്കറ്റ് പോയെങ്കിൽ മാത്രമേ ഒന്നാമത്തെ ഹൈ രണ്ടാമത്തെ ഹൈ ഇത് രണ്ടും ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ, ഈ 2 ഹൈ ക്രോസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ മാർക്കറ്റിനകത്തിൽ നമുക്ക് നിലനിർത്താൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈനിലോട്ട് വരും. നമുക്ക് ഈ ട്രെൻഡ് ലൈൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കോപ്പി ചെയ്ത് ഒന്ന് വെച്ച് നോക്കാം, എന്താ സംഭവിക്കുന്നത് നോക്കാമേ. നോക്കിയിട്ടില്ല, നോക്കട്ടെ ഒന്ന്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഇത് ഇച്ചിരി ഇങ്ങോട്ടൊന്ന് വലിച്ച് നീക്കാം. ഓക്കെ. അപ്പം അങ്ങനെ ഒരു ഡൗൺ ട്രെൻഡ് ഈ ചാനലിനകത്ത് മാർക്കറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കാരണവശാൽ ഈ ചാനലിനകത്ത് മാർക്കറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വീണ്ടും ഇതിനകത്ത് തന്നെ കുടുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഒരു അപ് ട്രെൻഡ് കൺഫർമേഷൻ ഒരു സ്ഥായിയായ രീതിയിൽ, നല്ല രീതിയിൽ ഒരു പെർമനൻ്റായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് 23,859 തന്നെ കടക്കണം.
23,859 കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. ഇപ്പോൾ തന്നെ ഇവിടെ ഉള്ള 23,463 ഈ ഒരു ഹൈ. നിങ്ങൾ ഈ 2 ഹൈ നോക്കിയാൽ മതി, നമ്പർ നോക്കണം. ഈ ഹൈ 2 എണ്ണം ഡേ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഇതിൻ്റെ മുകളിൽ ക്ലോസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പ്രതീക്ഷ ഈ 23,850 860 കൂട്ടിക്കും. അതായിരിക്കും അടുത്ത പ്രതീക്ഷ. ഇതിന് ശേഷം ഒരു ഡേ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു വീക്കിലി ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷ ഒരു മുള പൊട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും മാർക്കറ്റ് ഓരോ പ്രാവശ്യം എഴുന്നേൽക്കുമ്പോഴും വീണായിരിക്കും വരുന്നത്. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ഈ ചാനലിനകത്ത് മാർക്കറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ടി വരും. കാരണം ഓരോ പ്രാവശ്യം ഇതിപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ ഒരു വൺ സൈഡ് റാലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മാർക്കറ്റ് 22,478 വരെ വന്നു അല്ലേ. നമ്മൾ ജസ്റ്റ് നമുക്ക് നാളെന്ന് നോക്കാമേ. 22,478 റീസെൻറ്റ് ലോ അല്ല, ഇപ്പം വന്ന റീസെൻറ്റ് ലോ എന്ന് പറഞ്ഞാൽ 22,470 കൂട്ടിക്കും. 22,470 നമുക്ക് കൂട്ടാം, ഒരു റൗണ്ട് ഫിഗർ ആക്കാം. 22,470 അല്ലേ. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ഇപ്പോൾ റീസെൻ്റായിട്ട് എത്ര ദൂരം യാത്ര ചെയ്തു നമുക്കിവിടെ നോക്കാമല്ലോ. ഏകദേശം 1000 പോയിൻറ്റിനടുത്ത് എന്ത് ചെയ്തു, 1000 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് റാലി ചെയ്തു. ഈ റീസെൻറ്റ് ലോയിൽ നിന്ന് ഈ റീസെൻറ്റ് ഹൈ വരെ മാർക്കറ്റ് 1000 പോയിൻറ്റ് റാലി ചെയ്തു അല്ലേ. അപ്പോൾ 1000 പോയിൻറ്റ് റാലി ചെയ്തെങ്കിൽ ഈ 1000 പോയിൻറ്റ് റാലി ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലോ, ഇവിടെ നമുക്ക് ഇതേ സിനാരിയോ തന്നെ നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ സിനാരിയോ, ഇതേ സെയിം സിനാരിയോ നമുക്കിവിടെ നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 800 ഈ ലോ, ഒരു സെക്കൻഡ്, ഈ ലോ മുതൽ ഈ ഹൈ വരെ അല്ലേ, ഏകദേശം 900 പോയിൻറ്റിൻ്റെ ഹൈ വന്നതിന് ശേഷമാണ് മാർക്കറ്റ് പിന്നെ എന്ത് ചെയ്തു, ഇവിടുന്ന് ഈ റീസെൻറ്റ് ലോയിൽ നിന്ന് ഒരു കയറ്റം കയറി 900 പോയിൻറ്റ് കയറി അല്ലേ. അതിനുശേഷം വീണ്ടും അവിടുന്ന് മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു ചെറിയൊരു അപ്സൈഡ് തന്നു, വീണ്ടും മാർക്കറ്റ് അവിടുന്ന് താഴോട്ട് പോരുന്നു. ഇനി ഇവിടുന്ന് റീസെൻറ്റ് ലോയിൽ നിന്ന് വീണ്ടും 1000 പോയിൻറ്റ് മാർക്കറ്റ് കയറി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ച് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരണം. അങ്ങനെ വീണ്ടും 1000 പോയിൻറ്റ് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഇവിടുന്ന് വീണ്ടും ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഒന്നുകിൽ ഇവിടെ എത്തണം ഇല്ലേ, ആടിക്കളിച്ച് ഇവിടെ എത്തി ഈ പോയിന്റിലെത്തുമോ, ഈ ഏരിയയിൽ എവിടെയെങ്കിലും എത്തുമോ, ഇതിനകത്ത് കയറുകയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ, പക്ഷേ ഇത്രയൊക്കെ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞാൽ ന്യൂസുകളാണ് മാർക്കറ്റിനെ നയിക്കുന്നത്. ഏതെങ്കിലും രീതിയിലൊരു യുദ്ധം അവസാനിച്ചു, പെർമനൻ്റായിട്ടൊരു യുദ്ധം അവസാനിക്കുന്ന ഒരു ഘട്ടം വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ 10,000 പോയിൻ്റൊക്കെ കയറുന്നതിന് യാതൊരു പാടുമില്ല. പക്ഷേങ്കിൽ ഈ അൺസർട്ടനിറ്റി ഒഴിയണം. മാർക്കറ്റിന് ഒരിക്കലും അൺസർട്ടനിറ്റി ഇഷ്ടമല്ല. അപ്പോൾ ആ അൺസർട്ടനിറ്റി ഒഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പെർമനൻ്റായിട്ടൊരു കയറ്റം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ശുഭപ്രതീക്ഷ നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച വളരെ നിർണായകമായിരിക്കും. ട്രംപ് പറയുന്നത് ഈ ശനിയാഴ്ച എല്ലാം തീരുമാനിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇനിയിപ്പം ഒരു യുദ്ധം മാറുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അങ്ങനെ കരയുദ്ധത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തിനേയും നമ്മൾ സഹിക്കാൻ തയ്യാറായി നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതാണ് ഈ നിലവിലുള്ള ഒരവസ്ഥ നമ്മൾ കാണുന്നത്. ഇൻട്രാഡേയിൽ നമുക്കൊന്നും പറയണമെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,064 ഈ പറയുന്ന ഈ ഹൈ ഇതാണ്. നാളെ ഇപ്പോൾ ഗ്യാപ് ഡൗൺ ആണ് മാർക്കറ്റെങ്കിൽ ഇത് 210 ഈ 210 താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന ഈ ഡോട്ടഡ് ലൈനല്ലേ ഇത് നിർണായകമാണ്. കാരണം ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഈ ഒരു ഹൈയിൽ വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ഏകദേശം 23,064 എന്ന് പറയുന്നത് ഇപ്പം നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് 309 നിന്ന് 23,064 എന്ന് പറയുന്നത് ഏകദേശം ഒരു 250 220 200 225 പോയിൻ്റ് ഉണ്ട് ഇല്ലേ. 225 പോയിൻ്റ് താഴോട്ട് നാളെ ഗ്യാപ് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓപ്പണിംഗ് തന്നെ നമ്മൾ നോക്കണം. ഈ ഓപ്പണിംഗ് ലൈന് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിവിടെ നാളെ ചിലപ്പോൾ ഇതെടുത്ത് ഞാൻ കളയും. അപ്പോൾ ഞാനൊരു നാരോ ലൈനാക്കാമേ. ഓക്കെ, ഈ ഒരു നാരോ ലൈനോടെ കിടന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അല്ലല്ലോ സാർ ഇടുന്നത്, നമ്മൾ റെഡ് ലൈനല്ലേ ഇടുന്നത്, ഡാഷ്ഡ് ലൈനാണ് ഇടുന്നത് അല്ലേ.
റെഡ് ലൈൻ ഇവിടെ കിടന്നോട്ടെ. ഓക്കെ, ഈ ഒരു റെഡ് ലൈൻ ഇവിടെ കിടന്നോട്ടെ. അപ്പോൾ നാളെ നമുക്ക് നോക്കാം എന്താണ് ഈ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് സപ്പോർട്ട് എടുക്കുന്നതാണ് നോക്കുക. ഇത് പൊട്ടിയാൽ പിന്നെ നമുക്ക് 23,300 സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അത് പൊട്ടി താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി കാര്യം അന്നേരം നമുക്ക് നോക്കാം. കൂടുതൽ അങ്ങനെ ആശ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി മാർക്കറ്റ് നിലവിലത്തെ അവസ്ഥയിൽ ഇപ്പോഴും മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. 23,112 23,112 നമ്മൾ ഈ പറഞ്ഞ ഈ ഡോട്ടഡ് ലൈൻ്റെ അടുത്താണ് മാർക്കറ്റ്. 23,112 കണ്ടാലും ഇതിനും താഴെ ആയിരിക്കും നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകാനുള്ള സാധ്യത. ഇനി എന്തായാലും ഈ പറയുന്ന 23,064 100 മാർക്കറ്റ് നാളെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഇറങ്ങി വരുന്നത് 23,000 സപ്പോർട്ട് എടുക്കുന്നത്. 23,000 ഒരിക്കലും ഒരു ക്ലിയർ സപ്പോർട്ടല്ല, ഇതൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അപ്പോൾ ഈ സൈക്കോളജിക്കൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട് നോക്കുക, അല്ല അത് ബ്രേക്ക് ചെയ്ത് താഴെ പോകുന്നുണ്ട് നോക്കുക. അതിനുശേഷം മാർക്കറ്റിൻ്റെ ബിഹേവിയർ അനുസരിച്ച് നമുക്ക് പോവാം. ഞാൻ ഒരു കാര്യം പ്രത്യേകം നിങ്ങളോട് പറയുന്നത്, എനിക്കറിയാം കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് പലർക്കും ന്യൂസ് ബേസ്ഡ് നിങ്ങൾ ട്രേഡ് എടുത്ത ധാരാളം ആൾക്കാർക്ക് ലോസ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനടുത്ത് തന്നെ ട്രേഡ് എടുത്തവരുണ്ട്. പക്ഷേ അപ്പോൾ അവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ നഷ്ടം അതെത്ര വരെ സഹിക്കാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ മുന്നേ കൂട്ടി, ഞാൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നഷ്ടം എത്ര വരെ സഹിക്കാൻ പറ്റുമോ നിങ്ങൾ മുന്നേ കൂട്ടി തീരുമാനിക്കുക. ആ നഷ്ടം വന്നു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ ഇറങ്ങുക. എന്നതിന് ശേഷം വീണ്ടും ഒരു അവസരം കിട്ടിയാൽ റീ എൻട്രി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ കയറും എന്നുള്ള പ്രതീതി വെച്ച് പുലർത്താതെ, കാരണം അങ്ങനെ വെച്ച് പുലർത്തുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് നഷ്ടം വളരെ കൂടുതൽ. പിന്നെ നിങ്ങൾക്ക് അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ളവരായിരിക്കും. ഹ്യൂജ് ഫണ്ട് ഇട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഓപ്പോസിറ്റ് റേറ്റ് എടുത്ത് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ എപ്പോഴും 25,000, 10,000, 25,000, 50,000 ഒക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം അവിടെ ഒരു ഭീമമായ ലോസ് കഴിഞ്ഞാൽ നമുക്കത് താങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ശരിയല്ലേ പറഞ്ഞേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാലും നിങ്ങൾ ട്രേഡിന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റലിനെ പറ്റി നിങ്ങൾ ബോധവാനായിരിക്കണം. അതിൽ ഞാൻ എത്ര ലോസ് സഹിക്കും അത് നിങ്ങൾ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച് നോക്കുക. ആ ലോസിനപ്പുറം പോയാൽ നിങ്ങൾ എന്ത് കാരണവശാലും ഒന്നും നിങ്ങൾ മറിച്ച് ചിന്തിക്കരുത്, നിങ്ങളവിടെ എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് മാത്രമാണ് എനിക്ക് തരാനുള്ളൊരു ഉപദേശം. നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ 53,589 അപ്പോൾ 200 പോയിൻ്റ് നാളെ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ലൈൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നാരോ ലൈൻ ഞാനിവിടെ വരയ്ക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ലൈൻ 52,900 ഒന്ന് കൂട്ടിക്കോ. 52,900 നമുക്ക് വരച്ച് നോക്കാം. 52,900 ഓക്കെ. അപ്പോൾ ഇത് നോക്കുക, ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകുക, ഇത് ബ്രേക്ക് ചെയ്ത് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 ലെവലുകൾ നിങ്ങൾ നോക്കി മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. മിഡ് ക്യാപ്പിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പും ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തായിരിക്കും മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവിടെ സപ്പോർട്ട്, ഇവിടെ ഈ പറയുന്ന ഹൈ, ഇതെല്ലായിടത്തും ഈ ഹൈ ഒരു ഇമ്പോർട്ടൻ്റ് ലെവലാണ് കേട്ടോ. നിങ്ങളത് ശ്രദ്ധിക്കുക. എല്ലാത്തിൻ്റെയും കഴിഞ്ഞ ദിവസത്തെ ഹൈ ഒരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്, ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലൈനൂടെ ശ്രദ്ധിക്കുക. ജസ്റ്റ് സെൻസെക്സ് കൂടെ ഒന്ന് നോക്കിയേക്കാം. സെൻസെക്സിൽ അതിലും നാളെ ഏകദേശം 200 പോയിൻ്റ് ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ സെൻസെക്സ് ഏകദേശം 500-600 പോയിൻറ്റിനടുത്ത് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഹൈ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നമ്മളിത് നോക്കുക, ഇവിടെ എന്താ സംഭവിക്കും നോക്കുക. ഇവിടെ ഒന്ന് സപ്പോർട്ട് തിരിച്ചു പോകും, ഇത് ബ്രേക്ക് ചെയ്യുമോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 ലെവലുകൂടെ നിങ്ങൾ വാച്ച് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നാളത്തേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനുള്ളത്. എന്തായാലും രാത്രിയിലായ കാര്യങ്ങൾ മാറി മറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.